ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ കാലത്ത് തലേദിവസത്തെ ചോറും കഞ്ഞിവെള്ളവും ഒക്കെ ഒഴിവാക്കാണ്ടായിരുന്നു. ആടിൻ്റെ ചെമ്പിലേക്ക് മാറ്റി പിണ്ണാക്കും തവിടൊക്കെ ഇട്ടിട്ട് ചേർത്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടാണ്. ആദ്യം അതാണ് ചെയ്യുക. അതൊക്കെ ഒന്നിരുന്ന് പാകാവും പിണ്ണാക്കൊക്കെ ഒന്ന് കുതിർന്ന് വരുമ്പോഴേക്ക് സെറ്റായിക്കോളും. ആടിനെ വിടുമ്പോഴേക്കൊക്കെ റെഡി ആയിക്കോളും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അടുപ്പം ഇതിനൊക്കെ വെണ്ണീറൊക്കെ വാങ്ങി തുടച്ച് പിന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി പുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്തധികം പണികൾ ചെയ്യാനുള്ള ദിവസം അടുക്കളയിലത്തെ പണി വേഗം കഴിക്കും കേട്ടോ. പിന്നെ പുട്ട് പപ്പടമായിരുന്നു. ഇപ്പോൾ ചായയൊക്കെ കുടിച്ച് പിന്നെ മീനും നന്നാക്കി വെച്ചിട്ട് അതിലായിരുന്നു. അപ്പം മീനും നന്നാക്കൽ കഴിഞ്ഞിട്ട് പിന്നെ 9 മണി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ആടിനെ വിട്ട് വെള്ളമൊക്കെ കാട്ടി ഇലയൊക്കെ കെട്ടി കൊടുത്തിട്ട് അങ്ങനെ അവരേനെ എല്ലാവരേനെയും ഒരു ഭാഗത്ത് നിർത്തി. പിന്നെ ഞാൻ തിരുമ്പാണ്ടായിരുന്നു, തിരുമ്പലും കഴിച്ചിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കുറച്ചധികം വിറക് കൊടുന്നിടാണ്ടായിരുന്നു കേട്ടോ. തോനെ ചുള്ളൽ വിറക് ചെതൽ പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്തുനിന്ന് മുഴുവനും കണ്ട് കൊടുന്നില്ല, ഒക്കെ അവിടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ അടിച്ചു വാരി തീയിടാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീയിട്ട് ഇനി അവിടെ പുതിയ വിറക് കൊണ്ടിടാൻ വേണ്ടിയിട്ട് അപ്പോൾ പഴയ വിറകൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി ഇവിടേക്ക് ആവശ്യമുള്ളത് കത്തിക്കാൻ ആവശ്യമുള്ളത് ഇവിടെ കൊടുന്നിട്ട് ബാക്കി അവിടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഏതായാലും ഇനി കുറച്ച് ദിവസത്തിന് ഇങ്ങനെ എടുക്കണ്ട വിറക്, എന്നാലും ഉണ്ടാവും കേട്ടോ വിറക്. അവിടെ ഇവിടെ ചെതലുള്ളത് കിടക്കണണ്ട എടുത്ത് കൊണ്ടുവരും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് അടുക്കളയിലേക്ക് കയറി. ആട്ടും കൂടി വൃത്തിയാക്കാൻ നിന്നില്ല കേട്ടോ, ചോറും കറിയും വെക്കേണ്ട കാരണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് കയറി ചോറിന് അരിയൊക്കെ ഇട്ട് ചോറ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് കൂട്ടാൻ റെഡിയാക്കാണ് കേട്ടോ. പിന്നെ മീൻ ആദ്യം നന്നാക്കി വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ അതിലിടയ്ക്ക് ഒരു ചായ കുടിച്ചതാട്ടോ, വിശക്കുണ്ടായിരുന്നു. 11:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. റസ്ക്കും ചായയും കുടിച്ചതാട്ടാ. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം കൂട്ടാൻ റെഡിയാക്കിയിട്ട് അടുപ്പിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ചപ്പോൾ ചോറ് വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഉമ്മറം തുടച്ച് വന്ന് അപ്പോഴേക്ക് ചോറ് വെന്തിട്ടാ. ചോറ് വെന്തപ്പോൾ ചോറ് കൂട്ടലും കറി അടുപ്പത്ത് വെച്ച് ചോറ് കൂട്ടലും ചെയ്ത് പിന്നെ ഉപ്പേരിക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ബീൻസും പയറും എല്ലതും കൂടിയിട്ടുണ്ടായിരുന്നത് സാമ്പാർ കഷ്ണത്തിലുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ എല്ലതും കൂടിയിട്ട് അരിഞ്ഞിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടാണ്. അടുപ്പത്ത് കറിയും കിടന്ന് തിളക്കിയിട്ട് ഗ്യാസുമ്മ ഉപ്പേരിയും വെച്ച് പിന്നെ ഇന്ന് അകങ്ങളൊന്നും തുടച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ അധികം പണികളുള്ള ദിവസം അപ്പോൾ അങ്ങനെ തുടയ്ക്കലില്ല കേട്ടോ. അടിച്ച് വാരിയിടുക മാത്രമേ ചെയ്യുള്ളൂ. ഉമ്മറും അടുക്കളയും മാത്രമേ തുടയ്ക്കുള്ളൂ, വടക്കുറൊക്കെ തുടയ്ക്കുള്ളൂ. അകങ്ങൾ അങ്ങനെ ഇടും കേട്ടോ, അടിച്ച് വാരിയിടും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അല്ലാതെ എല്ലതും കൂടിയിട്ട് എത്തലില്ല. പിന്നെ വീഡിയോ എടുക്കലും ഇതെല്ലതും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണത് കേട്ടോ. വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും ഒക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്കാണ് ചെയ്യണത്, ആരും എടുത്ത് തരാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറേ പണികളൊക്കെ അങ്ങനെ എളുപ്പം നോക്കലുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി ആട്ടുംകൂട് വൃത്തിയാക്കി എന്നത്തെയും പോലെ ആട്ടുംകൂട് വൃത്തിയാക്കലും ഇലയൊക്കെ എല്ലാവർക്കും കെട്ടി കൊടുത്ത് ഉച്ചയ്ക്ക് വെള്ളം കാട്ടി എല്ലാവരെയും കൂട്ടിലാക്കി. അപ്പോൾ ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുവരെ കണ്ടത്. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.